ഹായ് ഓൾ, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എന്താ പറയുക, നമ്മുടെ ഏതെങ്കിലും രീതിയിലുള്ള മിസ്കാരേജോ അബോർഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കറിയാമല്ലോ, നമുക്കത് ഡീആക്ടിവേറ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. പകരം നമുക്ക് രേഖപ്പെടുത്താനായിട്ടൊരു മാർഗ്ഗമുണ്ട്. ഒരുപാട് ടീച്ചേഴ്സിന് അറിയായിരിക്കാം, എന്നിരുന്നാൽ കൂടിയും പുതിയതായിട്ട് കയറിയ പലർക്കും അറിയുന്നില്ല. അപ്പോൾ കുറേ ആളുകൾ അതിൻ്റെ ഒരു വീഡിയോ കിട്ടിയ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ അറിയുന്നവരാണെങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നോർമലി ഒരു PMനെ 9 മാസം വരെയാണ് ഇതിൽ കാണാമല്ലോ. അത് കഴിയുമ്പോൾ പ്രഗ്നൻ്റായി മീൻസ് എന്താ പറയുക, ഡെലിവറി കഴിയുമ്പോൾ നമ്മൾ PMനെ എന്ത് ചെയ്യാറുണ്ട്, LMലേക്ക് മാറ്റും. നോർമലി നമ്മൾ ചെയ്യുന്നൊരു പ്രൊസീജിയറാണ്. അപ്പോൾ PMനെ നമ്മൾ LMലേക്ക് മാറ്റാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് മൈഗ്രേറ്റ് ടു ലാക്ടേറ്റിംഗ് മദർ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നമുക്ക് ആദ്യത്തെ അർച്ചന CS കണ്ട 3 മാസമായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മാറ്റാൻ നോക്കിയാലും മൈഗ്രേറ്റ് ടു ലാക്ടേറ്റിംഗ് മദർ എന്നുള്ള ഓപ്ഷൻ അവിടെ വിസിബിളായിട്ട് വരില്ല. കണ്ട, നമുക്കത് ക്ലിക്ക് ചെയ്യാനായിട്ട് ഓപ്ഷൻ അവിടെ നിലവിലില്ല. പകരം നിങ്ങൾ 7 മാസം തൊട്ട് മുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ചില കേസുകളിൽ പ്രസവങ്ങൾ ചിലപ്പോൾ നേരത്തെ നടക്കാം, 1 മാസമൊക്കെ മുന്നേ ചിലപ്പോൾ നടക്കാം. മനസ്സിലായി? ചിലപ്പോൾ ചെറിയ ഡിലേ വരാം. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ അബോർഷൻ വരാം, മിസ്കാരേജ് വരാം, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രേഖപ്പെടുത്താൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ പല മാസങ്ങളുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ 7 മാസം ഇപ്പോൾ നമുക്ക് അവിടെ നോക്കുമ്പോൾ പൂജ PP ഏറ്റവും താഴെ നിന്ന് മുകളിലേക്ക് നിങ്ങൾ പൂജ PPനെ കാണാം. അത് നിങ്ങൾ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മൈഗ്രേറ്റ് ടു ലാക്ടേറ്റിംഗ് മദർ എന്നുള്ളത് എന്തായിട്ടുണ്ട്, അവിടെ സെലക്ട് ചെയ്യാനായിട്ടുള്ള വിസിബിളായി. മനസ്സിലായി? നിങ്ങൾ മറ്റേ ഇപ്പോൾ 2 മാസമൊക്കെ ആയ കേസുകൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം മൈഗ്രേറ്റ് ടു ലാക്ടേറ്റിംഗ് മദർ എന്നുള്ളത് അവിടെ വിസിബിൾ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 7 മാസം എന്നുള്ള ഒരു കേസ് എടുത്തു, മൈഗ്രേറ്റ് ടു ലാക്ടേറ്റിംഗ് മദർ കൊടുത്തു. അപ്പോൾ നോർമലി നമ്മൾ നടന്നിട്ടുള്ള ഡെലിവറിക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഡേറ്റ് ഓഫ് ഡെലിവറി കൊടുത്ത്, പ്ലേസ് ഓഫ് ഡെലിവറി കൊടുത്ത്, ജെൻഡർ കൊടുത്ത്, ചൈൽഡിൻ്റെ ബർത്ത് ഹൈറ്റ് ഒക്കെ കൊടുത്ത് പ്രൊസീഡ് കൊടുത്ത് ആ പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. ഇനിയിപ്പോൾ ഇതിനകത്ത് വരുന്ന നമ്മൾ പറഞ്ഞു ഏതെങ്കിലും രീതിയിലുള്ള മിസ്കാരേജ്, അബോർഷനോ സ്റ്റിൽ ബർത്തോ ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ഏറ്റവും മുകളിൽ നോക്കിയാൽ ടു എൻ്റർ മിസ്കാരേജ്, അബോർഷൻ ഓർ സ്റ്റിൽ ബർത്ത് ഡീറ്റെയിൽസ്. കണ്ട, ടു എൻ്റർ മിസ്കാരേജ്, അബോർഷൻ ഓർ സ്റ്റിൽ ബർത്ത് ഡീറ്റെയിൽസ് അവിടെ ക്ലിക്ക് ചെയ്യാറെന്ന് കണ്ട. ആ ക്ലിക്ക് ചെയ്യാറുമെന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ നോക്കി നിങ്ങളിവിടെ കണ്ട. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഞാൻ പറഞ്ഞു ഇതൊരു ഡെമോ വീഡിയോ ആണ് കേട്ടോ, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെമോ പറഞ്ഞ് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മിസ്കാരേജോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ മിസ്കാരേജ് ആണെങ്കിൽ ഞാൻ പറയാം 3 മിസ്കാരേജ് ഉണ്ട്, അബോർഷൻ വിത്തിൻ 20 വീക്ക്, ആഫ്റ്റർ 20 വീക്ക്, സ്റ്റിൽ ബർത്ത്, ഇങ്ങനെ ഇത്തരം ഓപ്ഷൻസ് നമുക്കുള്ളത്. ഇപ്പോൾ മിസ്കാരേജ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, പച്ച കത്തിക്കണ്ട. മിസ്കാരേജിൻ്റെ അവിടെ സ്പോണ്ടേനിയസ് അബോർഷൻ ഓർ അൺഎക്സ്പെക്റ്റഡ് എൻഡിങ് ഓഫ് എ പ്രഗ്നൻസി ഇൻ ദ ഫസ്റ്റ് 20 വീക്ക് ഓഫ് ഗസ്റ്റേഷൻ. കണ്ടില്ലേ? അപ്പോൾ ആ പച്ച ക്ലിക്ക് ചെയ്യുക, അതിനാണ് മിസ്കാരേജ് എന്ന് പറയുക. എന്നിട്ട് നമ്മൾ ഡേറ്റ് ഓഫ് മിസ്കാരേജ് ഇവിടെ അടിച്ചു കൊടുക്കാം, സബ്മിറ്റ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി മിസ്കാരേജ് എന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും, നമ്മുടെ PMN നിന്ന് അവർ പോവുകയും ചെയ്യും. മനസ്സിലായി? പക്ഷേ കുറേ ടീച്ചർമാർ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ കേസ് വരുമ്പോൾ നമ്മുടെ അടുത്ത് വിളിച്ചിട്ട് ഡീആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറയും, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഡീആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇട്ട് തരും. പക്ഷേ അതങ്ങനെ ഡീആക്ടിവേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നുള്ളത് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. പകരം ഇതിനകത്ത് കയറി നിങ്ങൾ രേഖപ്പെടുത്തണം. സോ അബോർഷൻ വിത്തിൻ 20 വീക്സ് ഓഫ് പ്രഗ്നൻസി, അതായത് 20 വീക്കിനുള്ളിൽ വരുന്ന കേസുകൾ ആ ഡേറ്റ് അടിക്കുക, സബ്മിറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ആ മൂന്നാമത് കാണാം, ആഫ്റ്റർ 20 വീക്ക് ആണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക, ഡേറ്റ് അടിക്കുക, സബ്മിറ്റ് ചെയ്യുക. സ്റ്റിൽ ബർത്ത്, പിന്നെ വരുന്നൊരു കേസാണ് സ്റ്റിൽ ബർത്ത്, അതായത് ഡെത്ത് ഓർ ലോസ് ഓഫ് ബേബി ബിഫോർ ഓർ ഡ്യൂറിങ് ഡെലിവറി. മനസ്സിലായ? ഡെലിവറി ടൈമിൽ തൊട്ട് മുന്നോ ഡെലിവറി ടൈമിലോ ആയിട്ട് വരുന്നതിനാണ് സ്റ്റിൽ ബർത്ത് എന്ന് പറയുക. ഡെത്ത് ഓർ ലോസ് ഓഫ് ബേബി ബിഫോർ ഓർ ഡ്യൂറിങ് ഡെലിവറി, ഡെലിവറിയുടെ സമയത്തോ തൊട്ട് മുന്നോ ആയിട്ട് വരുന്ന കേസുകളെ സ്റ്റിൽ ബർത്ത് നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അതും ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യും. മനസ്സിലായ? അതിനുശേഷം ഡേറ്റ് ഓഫ് ഡെലിവറി. മനസ്സിലായി? അതായത് നമുക്ക് ചിലപ്പോൾ ഡെലിവറിയുടെ സമയത്ത് അല്ലെങ്കിൽ അത് തൊട്ട് ആ സമയങ്ങളിൽ മരിക്കുന്നതിനാണ് സ്റ്റിൽ ബർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡെലിവറിയുടെ ഡേറ്റ് നമ്മൾ ആ സംഭവിച്ച സമയം ഡെലിവറിയുടെ ഭാഗമായിട്ടാണല്ലോ, അപ്പോൾ ആ സമയം നമ്മളവിടെ കാണിക്കും. അതിനുശേഷം സബ്മിറ്റ് കൊടുത്താൽ സ്റ്റിൽ ബർത്ത് അവിടെ കാണിക്കാം. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള കേസുകൾ സംഭവിക്കുന്നതിനെ നിങ്ങൾ ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറയരുത്. പകരം ഈ ഓപ്ഷൻസ് സെലക്ട് ചെയ്ത്
സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് അങ്ങോട്ട് എത്തുള്ളൂ കേട്ടോ. ഓക്കെ. നമുക്ക് പുതിയതായിട്ട് കയറിയ കുറച്ച് ആളുകൾ നമ്മുടെ അടുത്ത് ഈ സംശയം ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ആയിട്ട് തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോകൾ നിങ്ങൾക്കായിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. അതിന് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ കേട്ടോ. ഓക്കെ, താങ്ക്